പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇപ്പൊ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത്, ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതേ വിഷയം. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത്, ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക്, അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ്റെ വഴിക്ക് പോയല്ല. അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ വഴിക്ക് പോയി. പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗറേറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല, അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ച് അവർ പോയി. അപ്പം അത് അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും. അതന്നെ ആദ്യ പാപം തന്നെ, താന്താങ്ങളുടെ വഴിക്ക്. അത്
ആദ്യ ഭാഗം റിപ്പീറ്റ് ചെയ്യണം, താന്താങ്ങളുടെ വഴിക്ക് പോകും. അത് എപ്പോഴും പോകത്തില്ല. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോണത്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും. അതെന്തുകൂടെ അങ്ങനെ പോണത്? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു സമയം വരും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും? ടെസ്റ്റ് വെക്കും. പ്രയോജനം ഇല്ലാത്തൊരു കാലം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കുറേ കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല, വേദന തന്നെയായിരിക്കും, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അത് പ്രയോജനമില്ലാത്ത, ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ്. അപ്പം നിങ്ങളൊക്കെ ഇല്ലല്ലേ ശരിയാവും. അപ്പം അമ്മ പറയും, മകനെ പ്രാർത്ഥിക്കുമ്പോനെ ശരിയാകുമ്പോനെ ഈശോ വരും, കൃപാസനം മാതാവ് വരും. ഒരു മാതാവും വരത്തില്ല. ഞാൻ പറയത്തില്ല ഒരു മാതാവ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾക്കൊരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത്. പീഡിയ പ്രയോജനം ഉള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല. മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ. പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ 50-40 എഴുതി വെക്കും. പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ 4 ഒരു പൂജ്യം മറന്നു പോകും. മനസ്സിലായില്ല? അങ്ങനെ സംഭവിക്കും ചിലർക്ക്. അതുപോലെ തന്നെ നമ്മൾ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അത് വാലിഡാകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ്? പ്രയോജനം ഇല്ലാത്ത കാലത്ത്, ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡാകണത്. ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ. നല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല. അമ്മയെ പറ്റിച്ച്, അപ്പനെ പറ്റിച്ച്, സാറുമാരെ പറ്റിച്ചെന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നാൽ പിന്നെ ദൈവം വിട്ടുപിരിയത്തില്ല. അതാണ് രസം. പിന്നെ വിട്ടുപിരിയത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇവൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ എന്താണ്? പിന്നെ നമ്മളെ വിട്ടുപിരിയത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളയും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഒരാളെ സമീപിച്ചു. എൻ്റെ മാതാവ് പറഞ്ഞു. ഞാൻ ചെന്നു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മന്ത്രിയെ കാണാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ മന്ത്രിയല്ല കാണേണ്ടത്, നമുക്കൊരു നല്ല വക്കീലിനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹൈക്കോർട്ടിൽ ഒരു വക്കീലിനെ എല്ലാം ഇടപാട് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് കൊടുക്കാനൊന്നും നിവർത്തിയില്ല. അന്നേരം പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, നമുക്കിപ്പോൾ ഇത് നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വക്കീലിനെ അന്ന് തന്നെ ഏർപ്പാടാക്കി തന്നു. ഞങ്ങൾക്ക് 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ വീടിന് 7 ലക്ഷം രൂപയ്ക്ക് ജിപ്തി വെച്ചേക്കുക ബാങ്കുകാർ. അപ്പോഴേ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങിക്കണമെന്ന് വക്കീൽ പറഞ്ഞു. അങ്ങനെ കോടതിയിൽ ഹൈക്കോടതി പോയി അവിടുന്ന് സ്റ്റേ വാങ്ങിച്ച് 14 ദിവസത്തേക്ക് 14 ദിവസം കഴിഞ്ഞ് ഹിയറിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ 7 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 2 ലക്ഷം രൂപ കുറച്ചിട്ട് 5 ലക്ഷം രൂപ 15 തവണയായിട്ട് അടയ്ക്കാനായിട്ട് സാഹചര്യം അമ്മ ഈശോ ഒരുക്കി തന്ന് അത് ഞങ്ങളുടെ ഭവനം തിരിച്ചു തന്ന് ഞങ്ങൾ ഭവനത്തിൽ കയറി താമസമായില്ല, വൃത്തിയാക്കി. ഞങ്ങൾ വാടക വീട്ടിലാണ്, അതിൻ്റെ ഇത് കഴിയാതെ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീട് തിരിച്ചു കിട്ടി. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മയ്ക്ക് കൂടാനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഞങ്ങളെ തള്ളിപ്പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എനിക്ക് ഹാർട്ടിന് അസുഖമുള്ളായിരുന്നു. എനിക്ക് എന്നും പനിയും ശ്വാസം മുട്ടുമായിരുന്നു. ഞാനിവിടെ വന്ന് 2019 ഉടമ്പടി എടുത്ത് ഉടമ്പടി സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പും തേനുമെല്ലാം. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, ഞാൻ ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നില്ല. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, പനിയില്ല, എനിക്കൊന്നുമില്ല. പിന്നെ അമ്മ ഒരുപാട് എനിക്ക് തന്നു. എൻ്റെ മോന് ജോലിയില്ലായിരുന്നു, എൻ്റെ മോനൊരു ജോലി തന്നു ഗൾഫിൽ. ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു, അതിൽ നിന്നിപ്പോൾ പകുതി 3/4 കടവും തീർന്ന്. അങ്ങനെ ഒരുപാട് അമ്മ എനിക്ക് അനുഗ്രഹങ്ങളെ തന്നോണ്ടിരിക്കുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് എൻ്റെ ഭവനം തിരിച്ചു തന്ന എൻ്റെ അമ്മ കൂടാനും നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഏപ്രിൽ 29-ാം തീയതി 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ മോന് IT എൻജിനീയറാണ്. അവന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 1 മാസമായിട്ട് അവൻ്റെ പ്രൊജക്റ്റ് തീർന്നു, വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്ക് കൊണ്ട് അവൻ നല്ലൊരു പ്രൊജക്റ്റ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അവന് ഫാറ്റി ലിവറിൻ്റെ അസുഖമുണ്ടായിരുന്നു. മരുന്നൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ക്യൂറായിരിക്കുന്ന കണ്ടു. അത് മാതാവിൽ നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ 2ാമത്തെ മകൻ ബോംബെയിൽ വെൽ സെറ്റിൽഡായിരുന്നു. അവൻ ഞങ്ങളോടുള്ള ഒരു പ്രശ്നം കാരണം അവൻ അവിടുന്ന് വീടെല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരേക്ക് വന്നു. അവിടെ വന്നിട്ട് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ടോട്ടലി ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഞങ്ങളുമായി രമ്യതപ്പെടുകയും കൊറോണയ്ക്ക് മുമ്പ് തന്നെ ആ ബിസിനസ് അവന് ക്ലോസ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നീട് അവന് നല്ല ജോലി കിട്ടി. ഇപ്പം ഞങ്ങളും അവനുമായിട്ട് നല്ല ലോകത്തിൽ പോകുന്നു. 3ാമതായി ഞാൻ വസ്തു വിൽക്കാനുള്ള തടസ്സത്തിന് മാറുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു.
ആക്ച്വലി ഒരു 40 സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് 2017 എനിക്ക് അഡ്വാൻസ് വരെ കിട്ടാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായി എനിക്ക് എറണാകുളത്തുള്ള ഒരു 4 സെൻറ്റ് സ്ഥലം വളരെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റി, കൊറോണ സമയത്ത് തന്നെ. അതുപോലെ മാതാവ് എനിക്കും ധാരാളം ഇതിൽ ഉടമ്പടിയിൽ വെക്കാതിരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിറ്റ് എബ്രഹാം. ഞാൻ വരുന്നത് കാനഡയിൽ നിന്നുമാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ തൊട്ട് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി. ആദ്യമായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 വർഷമായിട്ട് കിട്ടാത്തതായിരുന്നു. 2 മാസം കൊണ്ട് ഉടമ്പടി എടുത്ത് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊരു 30 lakhs ലോൺ ഉണ്ടായിരുന്നു. അത് ഒരു 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ പേര് സിൻസി. ഞാൻ ഉഴൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാനൊരു സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് UK പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ വന്നു. എക്സാം എഴുതി പാസ്സായിട്ട് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ വിസ പെട്ടെന്ന് കിട്ടി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിസ ലഭിച്ചു. ലാസ്റ്റ് ജൂലൈയിൽ UK പോയി. ഇപ്പോൾ ജോലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ തൊണ്ടയിലൊരു മീൻ കഴിച്ചപ്പോൾ മുള്ളു കൊണ്ടു. ആ മുള്ള എനിക്ക് ഒരു രക്ഷയില്ല, പോകുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ എമർജൻസി ചെന്നപ്പം ENT ഡോക്ടർ വരാൻ ഒരുപാട് സമയമെടുത്തു. ആ 3-4 മണിക്കൂർ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ വന്ന് സ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കോപ്പ് ചെയ്തു. 4 പ്രാവശ്യം സ്കോപ്പ് ചെയ്തിട്ട് എൻ്റെ മുള്ള പോയില്ല. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മുടങ്ങിയിരുന്നു. ആ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉടമ്പടി മുടങ്ങാതെ ഞാൻ ചൊല്ലിക്കോളാം. ആ നിമിഷം മുള്ള ഇറങ്ങിപ്പോയി. ഡോക്ടറിനെ എടുക്കേണ്ട പോലും വന്നില്ല. 4ാമത്തെ സാക്ഷ്യം, ഞാനിവിടെ ലീവിന് വന്നാണ്. ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. 15 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് PR-ന്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 8-10 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് സാക്ഷ്യപ്പെടുത്തി എൻ്റെ PR-ൻ്റെ കൈ കിട്ടി, പേപ്പർ മാതാവിനെ കാണിച്ചിട്ടേ എനിക്ക് പോരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 15-ാം തീയതി ഫ്ലൈറ്റായിരുന്നു, സെപ്റ്റംബർ 15-ന്. എനിക്ക് പറ്റിയില്ല, PR കിട്ടിയില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നു, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. 15 വർഷമായിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും എനിക്കെന്നെ മിസ്സായിട്ടില്ല എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് PR കിട്ടും. എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് കയറിപ്പോകാൻ പറ്റുമെന്നതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് ഫ്ലൈറ്റ് പോയാൽ ഒരു നിരാശയും തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും കേട്ടു. പക്ഷേ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. ഓൺലൈനിൽ ഞാൻ കണ്ടു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുവാനാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പറയുന്നത്. 2021 നവംബർ 27-ാം തീയതി വന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുത്തപ്പോൾ എൻ്റെ എൻ്റെ കാലിലെ വേദനയാണ്, മുട്ടുവേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് തേയ്മാനമാണെന്ന്. 13 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ 2 കൈകൾ വന്ന് എൻ്റെ കാലുകൾ തഴുകുകയും ശരിക്കും മഞ്ഞുകട്ട നമ്മുടെ മേൽ വീണാൽ എങ്ങനെയാണ് അതേപോലത്തെ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഒരാഴ്ച ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെയും മാറ്റണമേ എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുവേദനയെല്ലാം മാറി, എല്ലാം സുഖമായി. ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാലുമ ബെൽറ്റ് ഇട്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പോലും ഞാൻ ഇതിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എൻ്റെ മോനെ ഞാൻ 2022 മാർച്ചിൽ വന്നിട്ട് ഞാൻ പുതുക്കി.
അപ്പോൾ പുതുക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ച എൻ്റെ മോൻ്റെ ജോലിക്കാരി ഞാൻ മാച്ചു കളഞ്ഞു. കാരണം അവന് ശമ്പളമെല്ലാം വെട്ടിക്കുറച്ചിരുന്നു കൊറോണയായപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചായാലും കിട്ടണില്ലേ, തീരെ കിട്ടാത്തവരില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇവിടുന്ന് 2 കാശുരവും ബെഞ്ചിരിച്ച് 2 കാശുരവും തൈലവും ഉപ്പുമൊക്കെ എൻ്റെ മോന് ഞാൻ കൊടുത്തയച്ചു. എൻ്റെ മോൻ ദുബായിലാണ്, അവനും അവൻ്റെ ഭാര്യയും ദുബായിലാണ്, എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ ഒരു കൊന്ത പോലും കഴുത്തിലിടില്ല, ഒരു വെന്തിങ്ങ പോലും ധരിക്കില്ല. ഞാൻ പറഞ്ഞു ഈ കാശുരൂപ നീ കഴുത്തിൽ ധരിച്ചോളൂ രണ്ടാളെന്ന് പറഞ്ഞു. അവരത് പ്രാർത്ഥനയോടെ കഴുത്തിൽ ധരിക്കുകയും അതിനുശേഷം അവന് ജോലിയിൽ കട്ട് ചെയ്ത എല്ലാ ശമ്പളവും കിട്ടുകയും പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കാനും മരുമകൾക്ക് ഒരു ജോലിയും ലഭിച്ചു. കമ്പ്യൂട്ടർ മേടിച്ച് കമ്പനി വർക്ക് കൂടാതെ പുറമേ നിന്ന് വർക്കുകൾ കിട്ടി അവൻ സുഖമായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഒക്ടോബർ 8-ാം തീയതി എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വിസയും വിമാന ടിക്കറ്റും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നത്തെ നിയോഗം, ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറായിട്ടാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങിയത്. എൻ്റെ മോനോട് പറഞ്ഞു ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അത് അമ്മയും മരുമകളും ചെയ്താൽ മതി, എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവേ ഞാൻ ഷുഗറും പ്രഷറും എല്ലാം ഉള്ളൊരു രോഗിയാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്നെ ഉപവസിക്കാൻ പഠിക്കണം. അപ്പം ഞാനങ്ങനെ ഉപവസിച്ചു. 3 പ്രാവശ്യവും ഉപവസിച്ചു. ആദ്യത്തെ 2 പ്രാവശ്യം ഉപവസിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും ഉപവസിച്ചു, എനിക്ക് ഉപവസിക്കാൻ പറ്റി. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നല്ല ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഉപവസിക്കാൻ. അവനിപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്ത് എനിക്കൊരു ഉടമ്പടി തൈലവും ഉപ്പും തന്നിരുന്നു. എൻ്റെ 2ാമത്തെ മകളുടെ മകൾക്ക് ഒരു ദിവസം വയറുവേദനയായിട്ട് ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി പ്രായം കഴിഞ്ഞതാണ്, ബ്ലഡ് യൂട്രസിൽ കെട്ടിക്കിടക്കുകയാണ്, അത് പുറത്തേക്ക് പോകാൻ ദ്വാരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അത് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും ശരിയായില്ല. എന്നിട്ട് 4-ാമത്തെ പ്രാവശ്യം ചെയ്തു. 4-ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് ഇരിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് തന്ന ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് മോൾ ഈ ഉപ്പിട്ടിട്ട് ഇരിക്കണം, ഈ തൈലം ഉള്ളിൽ പറ്റണമെന്ന് പറഞ്ഞു. കുട്ടി അതുപോലെ ചെയ്തു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി 3 കൊല്ലമായി ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് കറക്റ്റായിട്ട് മെൻസസ് വരുന്നു. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസ്സി, ഞാൻ ചാലക്കുടിയിൽ താഴൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2019 മാർച്ച് മാസം 4-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞതും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എനിക്ക് ഒരു പത്രം കിട്ടിയിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു കൃപാസന പത്രം തന്നിട്ടാണ് ഞാൻ അതിൽ നിന്ന് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ എനിക്ക് 4 കാര്യങ്ങളാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത്. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 15 വർഷമായിട്ട് ആധാരം ഇല്ലാണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. അതിനാൽ ഞങ്ങൾക്ക് ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കാതെ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങളാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ തറവാട് സ്ഥലം ഞങ്ങളുടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശങ്ങളും തീർന്നു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹോദരങ്ങളായിട്ട് തർക്കത്തിലായിരുന്നു. അവർക്ക് അവകാശം കൊടുക്കാത്ത കാരണം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ലോൺ എടുക്കാനും പറ്റണില്ല. പോരാത്തതിന് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വഴിയുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ഈ പത്രിക വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ കൃപാസനത്തിലൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെച്ചാൽ ആദ്യം വെച്ച നിയോഗമായിരുന്നു എൻ്റെ ആധാരം നഷ്ടപ്പെട്ട കാര്യം. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക്
ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യത്തെ കാര്യമായിരുന്ന ആധാരത്തിൻ്റെ കാര്യം എനിക്ക് ശരിയാക്കി കിട്ടി. അതിന് ഞങ്ങൾ കീഴാധാരത്തിന് അപേക്ഷ വെച്ചു. കീഴാധാരം കിട്ടി. അതുവഴിയായിട്ട് ഞങ്ങൾക്ക് ആധാരം ശരിയാക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വഴിയില്ലാത്ത കാരണം ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വിഷമിച്ചു. ഞങ്ങൾക്ക് ലോൺ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അവകാശങ്ങൾ തീർക്കാനും ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിൽ വരാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചവർ കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു. വീണ്ടും ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി. എന്നിൽ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി. ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകാൻ കുറേ വഴി ദൂരെ നടക്കണം ഞങ്ങൾക്ക് പള്ളിയിലേക്ക്. അതിന് ഒരു ദിവസം പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ കുർബാന സ്വീകരിക്കും, മാസത്തിലേക്ക് കുമ്പസാരമൊക്കെ നടത്തി ദൈവമായി കൂടുതൽ അടുത്ത് കുറേ നേരം ബൈബിൾ വായിച്ചു. അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ എന്നിൽ വളർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ ലോണിന് അപേക്ഷിച്ചത് അവർ പറയണം ഇനി വിട്ടില്ല, നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ ലോൺ സൊസൈറ്റിക്കാർ വീണ്ടും എന്നെ വിളിച്ചിരിക്കുകയാണ്, നിങ്ങൾ അപേക്ഷ വെച്ചോ, നിങ്ങളുടെ ലോൺ പാസ്സാക്കിയിട്ട് തരാം. അവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ എനിക്ക് ലോൺ അവർ തരാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ലോൺ കൊണ്ടുവന്ന് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്തു. ഞങ്ങളുടെ ആധാരം തിരിച്ചു കിട്ടി. എൻ്റെ ബാധ്യതകളും തീർക്കാനായിട്ട് എനിക്ക് എൻ്റെ കൃപാസന മാതാവ് എന്നെ സഹായിച്ചു. വീണ്ടും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് രണ്ടാമതൊരു സാക്ഷ്യം വെച്ചിരുന്നത്. എൻ്റെ അവൾ +2 പഠിച്ച് കഴിയുമ്പോൾ അവൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് 95% മാർക്കോടി പാസ്സാവാൻ സാധിച്ചു. കൂടാതെ അവൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കണമെന്നാണ് ആഗ്രഹമായിരുന്നത്. അത് പഠിക്കാനായിട്ട് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവ് വരും. അപ്പോൾ അതിന് സാമ്പത്തിക സ്ഥിതി ഇല്ല, ആധാരം പണയം വെച്ചേക്കാണ്. വീണ്ടും ലോൺ എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത കാരണം കൊണ്ട് ലോൺ എടുക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെല്ലും. മാതാവിനോട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഉപവാസം എടുക്കും, നൊയിമ്പെടുത്തും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് എൻ്റെ മകൾക്ക് പഠിക്കാനായിട്ട് ആലപ്പുഴയിൽ തന്നെ ഒരു സ്ഥലത്ത് എൻ്റെ മോൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് സെലക്ഷൻ കിട്ടി. അവർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, അതിൽ മോൾ പാസ്സായി. അവളെ വിളിച്ചു പഠിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളോട് 75,000 രൂപ ഡൊണേഷൻ കൊടുത്ത് ഞങ്ങളുടെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ വീണ്ടും ഞങ്ങളുടെ അടയ്ക്കണമെന്ന് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് ലോണിന് ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾക്കത് നടക്കില്ല എന്ന് പറഞ്ഞവർ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആധാരമൊക്കെ ഞങ്ങളുടെ പണയത്തിലാണ്, ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ വേറെ വഴിയില്ല. അപ്പം ഞങ്ങളുടെ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞു. അത് ശരിയാവില്ല, ലോൺ എടുത്ത് പൈസ തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാരം ഞങ്ങൾക്ക് തരണമെങ്കിൽ ഞങ്ങൾ ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ക്യാൻസലാക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മുട്ടുമ്പോൾ നിന്ന് നീലത്തിരി മാതാവിൻ്റെ കത്തിച്ച് മുട്ടുമ്പോൾ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു, ഉപവാസം എടുത്തു, കൊന്ത മുട്ടിപ്പായിട്ട് ചെല്ലും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാതാവ് അന്ന് വൈകിട്ട് രാവിലെ 10 മണിക്ക് വിളിച്ച് അവർ ശരിയാവില്ല എന്ന് പറഞ്ഞ ആ മാനേജർ സാറ് 5 മണിക്ക് വിളിച്ചേക്കാണ്, നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവന്ന് അഡ്മിഷന് ചേർത്തിക്കോ, അവൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ തന്ന് അവളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. എൻ്റെ കൃപാസന മാതാവാണ് എനിക്കിത് ചെയ്തു തന്നതിന് ഞാൻ മാതാവിന്